പ്രശസ്ത സാഹിത്യകാരനും എഴുത്തുകാരനുമൊക്കെയായ സക്കറിയ ഇന്ന് ഷെയർ ചെയ്ത ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ യഥാർത്ഥത്തിൽ ഒരു പിതാവ്, ഒരച്ഛൻ, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്ന വാക്കുകളാണ്. അതൊരു വൈരുദ്ധ്യാത്മക കഥയായി തോന്നുന്നെങ്കിലും അതിൽ ചില സത്യങ്ങളുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഇന്ന് കാണുന്ന ദേവാലയങ്ങൾ, പുരോഹിതന്മാർ, അല്ലെങ്കിൽ അത്തരം ചില ചടങ്ങുകൾ, അതിലെ ചില കള്ളനാണയങ്ങൾ, അവർ പ്രചരിപ്പിക്കുന്ന വിദ്വേഷങ്ങൾ, നുണകൾ, അവരുടെ കച്ചവടങ്ങൾ, അവരുടെ വാണിജ്യ താൽപ്പര്യങ്ങൾ, ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് കോടികൾ സമ്പാദിക്കുന്ന, ഇവിടെ ഏറ്റവും സ്വർഗതുല്യമായി ജീവിക്കുകയും അവിടെ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരം കച്ചവടക്കാരുടെ കാലത്ത് ഈ വാക്കുകൾക്ക് ഒരു പ്രസക്തിയുണ്ട്. ആദ്യം ആ വാക്കുകളൊന്ന് കേൾക്കാം. ഈ അടുത്ത കാലത്ത് എവിടെയോ ഞാൻ വായിച്ചു, ഒരു പാവം മനുഷ്യൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. കുർബാനയുടെ ഇടയ്ക്ക് അയാളുടെ മൊബൈൽ അടിച്ച് വികാരിയച്ഛന് ഭ്രാന്തായി. വികാരിയച്ഛൻ ബലിയുടെ ഇടയ്ക്ക് പറഞ്ഞു, ഏത് ബോധമില്ലാത്തവനാ മൊബൈലും കൊണ്ട് പള്ളി കയറിയേക്കണേ, അത് സൈലന്റിലാക്കാൻ പാടില്ലേ, മൊബൈലുണ്ടെന്നും പറഞ്ഞ് അഹങ്കരിക്കാമോ? ഈ പാവത്തിനാകെ വിഷമായി എന്നാ പറയണേ. ഇയാൾ തിരക്കേടില്ലാത്തൊരു അഭിമാനിയായൊരു മനുഷ്യനായിരുന്നു. അയാൾ വളരെ വേദനയോടെ, പള്ളിയിലുള്ളവരൊക്കെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾക്ക് ആകെ സങ്കോചമായി. അയാള് പതുക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി. ടെൻഷൻ മൂർച്ഛിച്ചതുകൊണ്ട് നേരെ ബാറിലേക്കാ പോയെ. അയാൾക്ക് അസ്വസ്ഥതയാണല്ല. അയാള് ബാറിൽ ചെന്ന് ഒരു ബീർ ഓർഡർ ചെയ്ത് ബീറൊക്കെ ഓർഡർ ചെയ്ത് ഇയാള് വിഷമിച്ചിങ്ങനെ ഇരിക്കുക. കുപ്പി പൊട്ടിച്ച് കൊണ്ടുവച്ചു കൊടുത്ത് ഒരു പെങ്കൊച്ച്, ബാറിലെ കൊച്ച് സപ്ലയർ പൊട്ടിച്ചു വെച്ച്, ഈ വെപ്രാളത്തിന്റെ ഇടയിൽ ഈ പാവത്തിന്റെ കൈ കൊണ്ട് ഈ ബീറും കുപ്പി താഴെ വീണ് പൊട്ടിപ്പോയി. പാവം. ഉടനെ ഈ പെങ്കൊച്ച് ഓടി വന്ന് അയാളോട് പറഞ്ഞു, ഡോണ്ട് വറി സർ. അയാൾ പറഞ്ഞു, സോറി മാം, അറിയാണ്ട് പറ്റിപ്പോയതാ, ഐ ഷാൽ പേ. നോ. ആ പെങ്കൊച്ച് പോയി ഒരു ബീറൂപ്പി ഫ്രഷ് എടുത്തുകൊണ്ട് വെച്ചു കൊടുത്ത്. അവള് പറഞ്ഞ്, തെറ്റൊക്കെ ആർക്കും പറ്റും സാറേ, ധൈര്യമായിട്ട് കുടിക്ക്, പൈസ ഒന്നും തരണ്ട, ഫ്രീ ആണ്. കഥ പറയണത് ഇങ്ങനെയാ. പിന്നെ ജന്മത്തെ അയാള് പള്ളിയിൽ പോയില്ല, പക്ഷെ എല്ലാ ദിവസവും ബാറിൽ പോകും. കഥ ഞാൻ പറഞ്ഞതൊരു വൈരുദ്ധ്യമാണ് എന്ന് പറയുമ്പോഴും ഇന്ന് പല ദേവാലയങ്ങളും പല സ്ഥലങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ വൈരുദ്ധ്യം കാണാവുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ സാധാരണ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് മാർക്കറ്റിൽ ഷെയ്ത്താനാണ്, ചായക്കടയിൽ ഷെയ്ത്താനാണ്, ആളുകൾ കൂടുന്നിടത്തെല്ലാം ഷെയ്ത്താനാണ്. എന്നാൽ പള്ളിയിലേക്ക് വരൂ, അമ്പലങ്ങളിലേക്ക് വരൂ, ചർച്ചിലേക്ക് വരൂ, അവിടെ സാക്ഷാൽ ദൈവം കുടിയിരിക്കുന്നു എന്ന് പറയാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ തത്വത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ പറയുന്ന സംഗതികളൊക്കെ കാണുമ്പോഴും എന്നോട് പണ്ട് ഈ വേങ്ങര മാലുമേക്കടവ്, എൻ്റെ വീടിനടുത്തുള്ള അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ രണ്ടാമത്തെ മോനാണ് അവിടെ ഒരു ജമാഅത്തിൻ്റെ പ്രസിഡൻറ്റ്, അവനൊരു ചെയ്ത്താനാണ്, അതുകൊണ്ട് അവനെ പിടിച്ച് പ്രസിഡൻ്റാക്കി, അപ്പോൾ വേറെ ചെയ്ത്താന്മാരാരും വരുത്തില്ലല്ലോ എന്ന്. പുള്ളി ഒരു ഫലിത രൂപത്തിൽ പറഞ്ഞതാണ്. സംഗതി എനിക്കന്ന് 15-20 വർഷം മുമ്പത്തെ സംഭവമാണ്. പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അദ്ദേഹത്തെ സൈക്കിളിൻ്റെ പുറകിൽ വെച്ച് ചവിട്ടി ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ കഥ എന്നോട് പറയുന്നത്. ഇന്ന് പല സ്ഥലങ്ങളിലും പറയാതിരിക്കാൻ നിർവാഹമില്ല, ഭക്തർ എന്ന് തോന്നിപ്പിക്കുന്ന ആസക്തരുടെ നിരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആർത്തിമൂത്ത് സ്വയം നന്നായാലും മതിയാവില്ല, ആരും നന്നാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക മനോവൈകല്യമുള്ള ഒരുപാട് ആളുകൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളായി ഈ ദേവാലയങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ പുരോഹിതന്മാരോ, അവിടുത്തെ പ്രമാണിമാരുടെ വലിയ ആശ്രിതരും ആസ്ഥാന പുരോഹിതന്മാരും ആത്മീയ നേതാക്കളുമായി മാറുന്ന ഒരു കൂട്ടം ആളുകളും. വലിയ വലിയ ആളുകളെ കണ്ടാൽ മിണ്ടും, ചിരിക്കും, അവരോട് കാര്യം പറയും, അവരെ പൊക്കി പറയും. ചിലയിടങ്ങളിലൊക്കെ ആണെങ്കിലും മരണത്തിന് നിസ്കരിക്കാൻ പോകുമ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ആളിന് പുറത്തു കൊടുക്കണമെന്നൊക്കെയല്ല പറയുന്നത്, ജീവിച്ചിരിക്കുന്ന മക്കളുടെ ദാനധർമ്മവും, ഞാൻ ഗൾഫിൽ ചെന്നപ്പോൾ അതിൽ രണ്ടാമനായ മുനീർ എനിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളും, മൂത്തവനായ കബീർ എനിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ തൊലി പൊളിഞ്ഞു പോകും. നമ്മൾ വിചാരിക്കും ഈ മരണമൊക്കെ സാധാരണ മയ്യത്ത് കൊണ്ട് വെക്കുമ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ചിലതൊക്കെ പതിയുമല്ലോ എന്ന്. അതുപോലും പതിയാത്ത, വെറും വ്യാപാര ലക്ഷ്യത്തോടെ മാത്രം സംസാരിക്കുന്നവരെ പോലും കാണാൻ പറ്റും. പക്ഷെ അവരെ കുറ്റമല്ല, വേറൊന്നും കൊണ്ടല്ല, സ്ഥിരം ആത്മാർത്ഥതയില്ലാത്ത എക്സസൈസ് ആവുമ്പോൾ അവരിതിനോടങ്ങ് പരിചിതമാവും. അതാണ് സത്യം. ഏതായാലും അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചെറിയ പയ്യനെയും കൊണ്ട് പള്ളിയിൽ വന്നാൽ എന്തോ ഒരു ബഹളമാണ് ചിലർക്ക്. ആ കുട്ടി അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങ് അസ്വസ്ഥത പിടിച്ചു മാറ്റുന്നു, അവനെ നോക്കുന്നു,
പിള്ളേരെ ഫ്രണ്ടിൽ നിന്ന് ഓടിക്കുന്നു, ബാക്കിലെ മൂലയ്ക്കോട്ട് തള്ളുന്നു. എന്നാൽ ഇതൊന്നും ബാറിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഒന്നുമില്ല. ഏതായാലും ചില കാര്യങ്ങൾ പറഞ്ഞതിന് അച്ഛന് നന്ദി. പിന്നെ ഒരു കാര്യം ഇതിലുള്ളത്, ഇതുകൊണ്ടാരും നാളെ ദേവാലയങ്ങളിൽ പോകണ്ടെന്നല്ല. നമ്മളെ ഓരോരുത്തരുടെയും ജീവനും നമ്മുടെ ശരീരവും നമ്മുടെ ചുമതലയായി, നമുക്ക് കടമായി, നമുക്ക് ബാധ്യതയായി തന്നുവിട്ടിരിക്കുന്നതാണ്. അവിടെ വേറെ ആരെയും നോക്കിയിട്ട് കാര്യമില്ല. നാം നമ്മുടെ കർമ്മങ്ങൾ നിർവഹിക്കുക തന്നെ വേണം. വേറെ അച്ഛനെന്ത് പറയുന്നു, മറ്റവരെന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളത് ചെയ്യണം. കാരണം ഇത്തരം കഥകളെ റിവേഴ്സ് അടിസ്ഥാനത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൂടാ, വാസ്തവമുണ്ടെങ്കിൽ പോലും.